പ്രവാസികൾക്കുള്ള പെൻഷൻ പദ്ധതിയായ പ്രവാസി ക്ഷേമനിധിയിൽ ഓൺലൈനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പ്രവാസി കേരള എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന pravasikerala.org എന്ന വെബ്സൈറ്റിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം വായിച്ചു നോക്കിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. രജിസ്റ്റർ ചെയ്യുന്നതിനായി മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് വെരിഫൈ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡായി വരുന്നതാണ്. അതിൽ ഓക്കെ പ്രസ് ചെയ്തതിന് ശേഷം താഴെയായി വെരിഫിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡിൽ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ ഉണ്ടായിരിക്കണം. അതിന് താഴെയായി ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ടിലെ നെയിമും എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ലോഗിൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. അതിൽ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ഒരു രജിസ്ട്രേഷൻ ഫോം ഓപ്പണായി വരും. ഇതിൽ റെഡ് സ്റ്റാറിലുള്ള കോളങ്ങളെല്ലാം നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടതാണ്. ആദ്യം കാണുന്ന പ്രവാസി കാറ്റഗറി എന്നതിൽ 3 ഓപ്ഷൻ കാണാം. ഇതിൽ ഫസ്റ്റ് എ എന്നത് ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്നവർ, 1B വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലെത്തിയവർ, 2A ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് ജോലിയുള്ളവർ. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് എ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെയായി പാസ്പോർട്ട് എന്ന് സെലക്ട് ചെയ്ത ശേഷം പാസ്പോർട്ട് നമ്പറും എക്സ്പയറി ഡേറ്റും എൻ്റർ ചെയ്യുക. അടുത്തതായി ചില ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി അപേക്ഷകയുടെയോ ഫോട്ടോ, ഒപ്പ്, ജനനത്തീയതി തെളിയിക്കുന്നതിനായി സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ടിൻ്റെ പകർപ്പ്, മേൽവിലാസം തെളിയിക്കുന്നതിന് പാസ്പോർട്ടിൻ്റെ മേൽവിലാസമുള്ള പേജ്, വിദേശത്ത് ആണെന്ന് തെളിയിക്കുന്നതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രാബല്യത്തിലുള്ള വിസയുടെ അഥവാ ഇക്കാമയുടെ പകർപ്പ് എന്നിവ ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യാനായി ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ പാസ്പോർട്ടിൻ്റെ അഡ്രസ്സുള്ള പേജും വിസയുടെ കോപ്പിയും അപ്ലോഡ് ചെയ്യണം. ഈ ഫയലുകളെല്ലാം 1 MBയിൽ താഴെയുള്ള PDF, JPG എന്നീ ഫോർമാറ്റുള്ളതായിരിക്കണം. ID ടൈപ്പ് എന്നതിൽ ആധാറോ വോട്ടർ ഐഡിയോ സെലക്ട് ചെയ്യുക. താഴെ ID നമ്പർ കൊടുത്ത ശേഷം സൈൻ ചെയ്ത ഒരു ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്യണം. അടുത്തതിൽ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് 1 MBയിൽ കുറഞ്ഞ സൈസിൽ JPG എന്നീ ഫോർമാറ്റിലായിരിക്കണം. ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക. നോർക്കയിൽ അംഗത്വമുള്ളവരാണെങ്കിൽ S എന്ന് കൊടുത്ത് നോർക്ക നമ്പർ കൂടി എൻ്റർ ചെയ്ത് സേവ് നെക്സ്റ്റിൽ പ്രസ് ചെയ്യുക. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ജില്ല, താലൂക്ക്, വില്ലേജ്, ആധാർ നമ്പർ, ആധാറിൻ്റെ ഒരു ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പെർമനൻ്റ് അഡ്രസ്സ്, പിൻകോഡ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവയെല്ലാം ശരിയായി കൊടുത്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. വിദേശ രാജ്യത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. വർക്ക് ചെയ്യുന്ന രാജ്യം, ജോബ്, വിസ നമ്പർ, എക്സ്പയറി ഡേറ്റ്, വിസ ഇഷ്യൂ ചെയ്ത രാജ്യം, വിദേശത്തെ അഡ്രസ്സ് ഇവയെല്ലാം ഫിൽ ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നോമിനി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നോമിനി നെയിം, റിലേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. മുകളിൽ ഫൈനൽ ഡാറ്റ സേവ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ 100% കംപ്ലീറ്റ് ആയി എന്ന് കാണാം. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വ്യൂ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആവശ്യമായ ചേഞ്ചസ് വരുത്താവുന്നതാണ്. താഴെ കാണുന്ന സേവ് എന്നതിൽ പ്രസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ലഭിക്കുന്നതാണ്. അതിൽ ആപ്ലിക്കേഷൻ നമ്പറും ഫിൽ ചെയ്ത എല്ലാ ഡീറ്റെയിലും കാണാം. എല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്ത ശേഷം താഴെയായി സബ്മിറ്റ്, പ്രിൻ്റ്, എഡിറ്റ് എന്നീ 3 ഓപ്ഷൻ കാണാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് എന്നതിൽ പ്രസ് ചെയ്യുമ്പോൾ ആർ യു ഷുവർ എന്ന് ചോദിക്കും. അതിൽ സബ്മിറ്റ് ഇറ്റ് എന്ന് പ്രസ് ചെയ്യുക. സബ്മിറ്റ് കൊടുത്താൽ പിന്നെ യാതൊരു ചേഞ്ചസും വരുത്താൻ കഴിയില്ല. അടുത്തത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രജിസ്ട്രേഷൻ ഫീ 200 രൂപയാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ബാങ്ക് ഓഫ് ബറോഡ സെലക്ട് ചെയ്ത് പ്രോസസ്ഡ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനായി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI
എന്നീ ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് റെസീറ്റ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിനായി ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ കംപ്ലീറ്റ് വിത്ത് പേയ്മെൻറ്റ് എന്ന് കാണിക്കും. വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയാൽ രജിസ്റ്റേർഡ് എന്നും മെമ്പർഷിപ്പ് നമ്പറും കൂടി ലഭിക്കുന്നതാണ്.